ആ ദുഷ്ടനെ വീണ്ടും ജയിലിലേക്ക് തന്നെ അയച്ചില്ലേ? ഒരു കാര്യം, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. ആരതി ഒഴിഞ്ഞെന്നെ നിങ്ങളെ അകത്തേക്ക് കയറ്റണമെന്ന് വസുവിന് ഒരേ നിർബന്ധം. ഞാൻ പോയി ആരതി എടുത്തോണ്ട് വരട്ടെ. എന്താ മക്കളെ, നിങ്ങളുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? വന്ന് വന്ന് ഏട്ടത്തിക്ക് വകതിരിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. ആകാശത്തിന്റെ അതിരോളം വെട്ടിപ്പിടിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ശുഭശകുനവും നോക്കി ഒരു വഴിക്ക് ഇറങ്ങിപ്പോയവര് തിരികെ വാടിത്തളർന്ന മുഖവും ഓടിത്തളർന്ന ശരീരവും ഉരിയാട്ടം മുട്ടിയ നാവുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു തോൽവിയുടെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഏട്ടത്തിക്കില്ലേ? എന്താ ഗൗതം, എന്താ ഉണ്ടായതെന്നൊന്നും പറഞ്ഞതി. ഏട്ടത്തി, അത് അവര് തന്നെ പറഞ്ഞേ മതിയാവൂ എന്നുള്ള വാശി എന്തിനാ? ഞാൻ പറഞ്ഞു തരാം. CKCക്ക് കോടതി ജാമ്യം അനുവദിച്ചു. പറഞ്ഞത് മനസ്സിലായില്ലേ? CKCയെ കോടതി ജാമ്യത്തിൽ വിട്ടയച്ചുവെന്ന്. പുള്ളിക്കാരനിപ്പോ അയാളുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എടാ മോനെ, ഇവള് പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോടാ? അതെ അമ്മേ, ആ CKC രക്ഷപ്പെട്ടു കളഞ്ഞു. അയാള് വീണ്ടും ചതി ഒപ്പിച്ചമ്മേ. ഓ, പറയുന്നത് കേട്ടാ തോന്നുമല്ലോ യാതൊരുവിധ ചതിയും ചെയ്യാത്ത ഹരിശ്ചന്ദ്രനും ഭാര്യയുമാണ് ഈ നിൽക്കുന്നതെന്ന്. ചതിക്ക് ചതി, അത് തന്നെയാ പെർഫെക്റ്റ് ആയ ഒരു ഇക്വേഷൻ. ഇപ്പൊ മനസ്സിലായില്ലേ കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന്? എന്തൊക്കെയായിരുന്നു. രണ്ടെണ്ണം കൂടി രാവിലെ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ തന്നെ അറിയാമായിരുന്നു തോറ്റു തുന്നം പാടിയായിരിക്കും മടങ്ങി വരവെന്ന്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്നെ രണ്ടെണ്ണത്തിനെയും തോൽപ്പിക്കാൻ എനിക്ക് വലിയ അധ്വാനത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. വെറുതെ ഒന്ന് ശകുനം വന്നാ മാത്രം മതിയെന്നേ. എന്തായാലും ഞാൻ ഹാപ്പിയായി. എങ്ങനെ മനസ്സ് വരുന്നു വസു നിനക്ക് ആ CKCയുടെയും ജ്യോതിർമയുടെയും പക്ഷം പിടിച്ചെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നിങ്ങൾക്കിതുപോലെ ടീം സെറ്റ് ചെയ്യാനും ഒരുമിച്ച് നിന്ന് ശത്രുക്കൾക്കെതിരെ പടം നയിക്കാനും ആകുമെങ്കിൽ അതെനിക്കും ആവാലോ ഏട്ടത്തി. അറിയാമായിരുന്നു എനിക്ക് CKC ഇന്ന് പുല്ലുപോലെ ജാമ്യത്തിൽ ഇറങ്ങുമെന്ന്. അതിനർത്ഥം ഞങ്ങളുടെ വക്കീല് ലതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്ന തന്ത്രത്തിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് തന്നെയല്ലേ? അതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ല. എങ്കിലും അങ്ങനെ ഒരു ക്രെഡിറ്റ് കൂടി എന്റെ കിരീടത്തിൽ വെച്ചു തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അഭിമാനത്തോടെ ഞാൻ അതിനെ അങ്ങ് സ്വീകരിക്കും. ഒരുപക്ഷെ ജ്യോതിർമയുടെ കൂടെ ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നുവെങ്കിൽ ആ വക്കീലിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഐഡിയ ഞാനായിട്ട് തന്നെ നടപ്പിലാക്കിയേനെ. ഉള്ളത് പറയാലോ. ഇനിയിപ്പൊ CKCയെ പുറത്തു കൊണ്ടുവരാൻ ജ്യോതി എന്നോടൊരു സഹായം ചോദിച്ചിരുന്നുവെങ്കിൽ ആ വക്കീലിന് മാത്രമല്ല ഇവനെയും ഇവളെയും വേണമെങ്കിൽ ഞാൻ ആളെ വെച്ച് തട്ടിക്കൊണ്ടു പോയേനെ. എന്നെ അപമാനിച്ചതിന്റെയും ആക്ഷേപിച്ചതിന്റെയും എന്റെ മനസ്സ് വേദനിപ്പിച്ചതിന്റെയും ഒക്കെ തിക്തഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. വരും ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടികളുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കും ഏട്ടത്തി. ഇനി അപശകുനം എന്ന് വിളിച്ച് എന്നെ ആക്ഷേപിച്ചതുപോലെ ഇനി ആവർത്തിക്കില്ല എങ്കിൽ ഒരു പ്രവചനവും കൂടി ഞാൻ നടത്താം. കരിനാവാണെന്ന് പറഞ്ഞ് കളയരുത്. ഇനി അധിക ദിവസമൊന്നും ഇല്ലാന്നേ. ഇവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല, ഒന്നും മനസ്സ് വെച്ചാ ഏട്ടത്തിക്കും ഇവരുടെ കൂടെ കൂടാം. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ എനിക്കെതിരെ തിരിഞ്ഞ സർവ്വ എണ്ണവും ഈ വീട്ടിൽ നിന്ന് പുറത്താവാൻ പോവാ. അഹങ്കരിക്കുകയാണെന്നൊന്നും തോന്നരുത്. ഞാൻ കണ്ട ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവാ. ഒട്ടും വൈകാതെ ഏട്ടത്തിയുടെ ഈ പുന്നാര മോനും മരുമോളും കേറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഉറക്കമില്ലാതെ, മനസമാധാനമില്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കുന്നത് കാണാൻ നമുക്ക്. എന്തു പറഞ്ഞേ? വേണ്ട വേണ്ടെന്ന് വെച്ച് മിണ്ടാതിരിക്കുന്നതിനനുസരിച്ച് നീ അങ്ങ് പറഞ്ഞു കൊടുമുടി കയറി പോവാണല്ലേ? നീ മുൻപേ പറഞ്ഞില്ലേ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനെ പറ്റി?
അതിന്റെ കൂടെ എന്റെ ഈ അടിയും കൂടി അങ്ങ് വരവ് വെച്ചോ. ഇത് എന്റെ ഒരു സ്വപ്നമായിരുന്നടി. നിനക്കിവര് തെരുവിൽ നിൽക്കുന്നത് കാണണമല്ലേ, ഭിക്ഷ യാചിക്കുന്നത് കാണണമല്ലേ? എങ്കിൽ ആ കാഴ്ച കാണാൻ ഇനി നീ ഈ വീടിന്റെ ഗോപുരത്തിൽ കയറി അങ്ങനെ നിൽക്കണ്ട. ഇറങ്ങടി വെളിയില്, ഇറങ്ങാൻ. ഞാൻ എന്തിനാ പുറത്തു പോന്നെ? അമ്മായിയമ്മയും മോനെ മരുമോളെ എല്ലാം ചവിട്ടി പുറത്താക്കിയിട്ട് ഞാനായിരിക്കും ഈ വീട്ടിലെ രാജ്ഞിയായിട്ട് വാഴാൻ പോകുന്നത്. നിന്നെ പോലൊരു വിഷസർപ്പത്തിനെ ഈ വീട്ടിൽ കഴിയാൻ അനുവദിച്ച ഞാനാണ് തെറ്റുകാരി. ഈ നിമിഷം ഇറങ്ങിക്കോണം ഇവിടുന്ന്. ദേ, മര്യാദ കിടപെട്ട ഏട്ടത്തി എന്നുള്ള പരിഗണന ഞാൻ തരും. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം ഞാൻ. എങ്കിൽ നിന്റെ സ്വഭാവം മാറുന്ന എനിക്കൊന്ന് കാണല്ലോ. പാടി ഇങ്ങോട്ട്. ഇനി നിന്നെ ഈ വീട്ടിൽ വേണ്ട. ഇറങ്ങടി വെളിയില്, ഇറങ്ങാൻ. ഏയ് അമ്മേ വേണ്ട. വിട്ടേക്കമ്മേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇനി നിങ്ങൾ മിണ്ടി പോരുത്, കേട്ടല്ലോ? ഇവളുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇറങ്ങി പോടി വെളിയില്, ഇറങ്ങാൻ. നിന്റെ ശ്വാസം പോലും ഈ വീട്ടിലുണ്ടാവരുത്. നടക്കടി അങ്ങോട്ട്, നടക്കാൻ. ഇനി നീ ജ്യോതിർമേടി CKCD വീട്ടിൽ പുറത്താ മതി. ദേ എടുത്തി അഹങ്കാരം കാണിക്കരുത്. നോക്ക്, ഈ കുടുംബം തന്നെ കെട്ടിപ്പടുത്തവള് ഞാനാണ്. ഇവിടുത്തെ മുഴുവൻ സമ്പത്തും എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. സമ്പത്തും മാങ്ങാത്തൊടി. എടി, പണത്തിനേക്കാളും പ്രതാപത്തിനേക്കാളും വലുത് മനസമാധാനം അടി. ഒത്തൊരുമയോടെ ജീവിക്കുന്നതാ. നീ ഇവിടെ ഉണ്ടായാലേ ഒരിക്കലും ആർക്കും സമാധാനം കിട്ടില്ല. നടക്കണേ അങ്ങോട്ട്, നടക്ക. അങ്ങോട്ട് നടക്കണേ. വിടാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വാടി. ഓടി. പോൻ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ച് വലിച്ചഴച്ച് കൊണ്ടുവന്ന് പുറത്തു തള്ളിയല്ലേ? ഈ വസുന്ധര ആരാണെന്ന് ഇനി നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ദേ, ഇപ്പൊ എന്നെ പിടിച്ച് പുറത്തു കൊണ്ട് കളഞ്ഞതുപോലെ നിങ്ങളെയും കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തു കൊണ്ട് കളയും ഞാൻ. പക്ഷേ അത് ഞാൻ എന്റെ കൈ കൊണ്ട് ചെയ്യില്ല. ഞാനായിട്ട് തന്നെ ചെയ്യിക്കും, പ്രണവിനെയും ശിവാനിയെയും കൊണ്ട്. ഇപ്പൊ ഒരു ദത്തുപുത്രനും അവന്റെ ഭാര്യയ്ക്കും വേണ്ടിയാ ഏട്ടത്തി എന്നെ പിടിച്ച് പുറത്താക്കിയത്.